ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും 4 മണി പലഹാരമായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ മസാല ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിനു വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവാളയും ഒരു ചെറിയ തക്കാളിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു വലിയ ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 1/4 കപ്പ് കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മാവ് പോലെ ഒന്ന് കലക്കിയെടുക്കണം. കുറച്ചൊരു തിക്കായിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് മാവ് വേണ്ടത്. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു മാവ് പരുവത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ഒരു വലിയ ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ സ്നാക്കിന് ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട ബ്രെഡ് എടുത്ത് വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടാകുമ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് അല്ലെങ്കിൽ ബട്ടറോ വെളിച്ചെണ്ണ എന്ത് വേണമെങ്കിലും എടുക്കാം. ഇനി നെയ്യൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് മാവിലിട്ടൊന്ന് മുക്കിയെടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തായിട്ടും മസാല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം ബ്രെഡ് മാവിൽ നന്നായിട്ട് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായിരിക്കുന്ന പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് 2 സൈഡും നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇപ്പം 2 ഭാഗവും തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ല ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.